എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. അനാമിക ആ കൊടും ക്രൂരത ചെയ്യുകയാണ്. നയന ഉണ്ടാക്കി വെച്ച പായസത്തിലേക്ക് കുറച്ച് മരുന്ന് ചേർക്കുന്നുണ്ട്. അത് വേറൊന്നിനും വേണ്ടിയിട്ടുള്ള മരുന്നല്ലായിരുന്നു, ലൂസ് മോഷൻ ഉണ്ടാകാൻ വേണ്ടിയിട്ട് മരുന്നായിരുന്നു. ഈ പായസം കുടിച്ചു കഴിയുമ്പോൾ അവൾമാര് ബാത്റൂമിൽ നിന്ന് എഴുന്നേക്കല് അങ്ങനെ ഒരു ചിന്തയോട് കൂടിയിട്ടാണ് അതിനകത്തേക്ക് കലക്കുന്നത്. പിന്നീട് അവർക്കുള്ള കുറച്ച് പായസം മാറ്റി വെക്കുന്നുണ്ട്. അതെ, നമുക്ക് ഈ പായസം പിന്നെ കുടിക്കാമേ, ഇതാളും അവളുമാർ ആദ്യം കുടിക്കട്ടെ, കുടിച്ച് ലൂസ് മോഷൻ പിടിച്ച് അവിടെ കിടക്കട്ടെ, ഇങ്ങനെ തന്നെ അവൾമാർക്കിട്ട് ഒരു പണി കൊടുക്കണമെന്ന് പറയണം. പിന്നീട് ഒന്നും അറിയാത്ത വീട്ടില് രേവതിയും അനാമിക അങ്ങോട്ട് പോവാണ്. ഈ സമയം വേണു അവിടെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. വേണു എന്നിട്ട് എന്തായി കാര്യങ്ങളൊക്കെ? എല്ലാം ഓക്കെ അയച്ചാ, ഇനിയിപ്പൊ അവളുമാര് പായസം എടുത്ത് കുടിച്ചാൽ മതി, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ കാര്യങ്ങൾ നടക്കുമെന്ന് പറയണം. അപ്പൊ ക്ഷേത്രത്തിൽ പോയിട്ട് ബാക്കി ആരും വന്നിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത്. പിന്നീട് പായസമൊക്കെ ഉണ്ടാക്കി വെച്ചതിന് ശേഷം നയന നവ്യയുടെ അരിയിലേക്ക് വരുവാണ്. അവൻ നവ്യയോട് പറഞ്ഞു, അതെ ഞാൻ പായസമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പറയണം. ആഹാ കൊള്ളാലോ, അതെന്താ ഇന്ന്? അല്ല അത് പിന്നെ മലയ്ക്ക് പറഞ്ഞിട്ട് മാല ഇട്ടിട്ട് വരുമല്ലേ ആദർശേണ്ണൊക്കെ, അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേനും അവർക്കും മധുരം കൊടുക്കണല്ലോ, അതിനു വേണ്ടിട്ടാന്ന് പറയണം. എനിക്ക് എന്തായാലും ഇഷ്ടം, നീ ഉണ്ടാക്കുന്ന പാല് പായസം നല്ല ടേസ്റ്റ് ആയിരിക്കും എന്നറിയാം. അതെനിക്കറിയാലോ ചേച്ചിക്ക് ഇഷ്ടമെന്നുള്ള കാര്യം. പക്ഷെ ഒരു വിഷമം മാത്രമേ ഉള്ളൂ. എന്ത്? അല്ല നിനക്ക് ഹണിമൂൺ ട്രിപ്പ് പോകാൻ പറ്റിയില്ലോ എന്ന് ഓർത്തണം. അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട, അതൊന്നും സാരമുള്ള കാര്യമൊന്നും അല്ല, ഇനി പോവാലോ. 41 ദിവസം എന്ന് പറഞ്ഞാൽ ഇതാന്ന് പറഞ്ഞ് പെട്ടെന്ന് അങ്ങോട്ട് പോയിക്കോളും, അത് കഴിഞ്ഞാൽ പിന്നെ പോകാലോ എന്ന് പറയണം. എനിക്ക് നല്ല സംശയമുണ്ട്, ഇത് എൻ്റെ അമ്മായിമ്മേ നിന്റെ അമ്മായിമ്മയും കൂടെ ചേർന്നിട്ടുള്ള പരിപാടിയാണെന്ന്. അത് മിക്കവാറും അങ്ങനെയാണ് ചാൻസ്. അങ്ങനെയാണെങ്കിൽ നിന്റെ അമ്മായിമ്മയുടെ മനസ്സിലേക്ക് വിഷം കുത്തി നിറച്ച മിക്കവാറും എൻ്റെ അമ്മായിമ്മയായിരിക്കും. ആ പെരട്ടത്തളേനെ കൊണ്ട് മടുത്തു പോവുള്ളൂ, ഒരു രക്ഷയില്ല. ഞാൻ നോക്കിയിട്ട് ഒരു വഴിയും കാണുന്നില്ല, അവർക്കിട്ട് വല്ല ഇരുട്ടടിയും കൂടെ കൊടുത്താലോ എന്ന് ഞാനിങ്ങനെ ആലോചിക്കുന്നുണ്ടെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ നയന പറഞ്ഞു, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, പോട്ടെ. എന്താണെങ്കിലും എല്ലാ കാലത്തും ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ലല്ലോ. 41 ദിവസം കഴിയുമ്പോൾ നോയമ്പൊക്കെ വീടുമല്ലോ എന്ന് പറയാം. എന്നാലും നീക്ക് മാത്രമല്ല സന്തോഷമായിട്ടൊരു ദിവസം വന്നു കഴിഞ്ഞപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം മല ചവിട്ടാനായിട്ട് ആരെയാ പറഞ്ഞുണ്ടെന്നറിയാവോ? ആരെയാ? എൻ്റെ ഭർത്താവ്, ആ അഭിക്കോന്തനെയാന്ന് പറയണം. അവനായിരുന്നു ശരിക്കും പോയി മല ചവിട്ടി മാലയുണ്ട് ശരിക്കും വ്രതം എടുത്ത്. പക്ഷെ അവന് മാല ഇട്ടിട്ടുമില്ല. അവൻ ഇടുമെന്ന് തോന്നുന്നുണ്ടോന്ന് ചോദിക്കാം. അതെന്താ? അവൻ ഇട്ടതുവാ. അവനെങ്ങനെ മാല ഇട്ടുകൊണ്ട് അവനിങ്ങനെ ചുറ്റി അടിക്കാൻ പറ്റുമോ? അവന്റെ തോന്നിയാസം നടക്കാൻ പറ്റുമോ? മാല ഇട്ടുണ്ടെങ്കിൽ നോയമ്പെടുക്കണം, വ്രതം എടുക്കണം, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അതൊന്നും അവന് പറ്റുന്ന കാര്യമല്ല. അവനിങ്ങനെയുള്ള നല്ല കാര്യങ്ങളൊന്നും പോകത്തില്ലല്ലോ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നയന പറഞ്ഞു, എല്ലാം മാറുന്നൊരു ദിവസം വരും, ആ പ്രതീക്ഷയൊക്കെ എനിക്ക് പോയെന്ന് പറയണം. ആ സമയത്ത് നവ്യയുടെ ഫോണിലേക്ക് കനകയുടെ കോള് വരുന്നുണ്ട്. ആഹാ ഇതാ അമ്മയാണല്ലോ വിളിക്കണേന്ന് പറയാം. കോൾ എടുക്കാൻ പറയണം. നവ്യ കോൾ എടുത്ത്, നവ്യ മോളെ അമ്മ പലഹാരമൊക്കെ കൊടുത്തു വിട്ടിട്ടുണ്ട്, മോക്ക് കിട്ടിയായിരുന്നു ചോദിക്കും. കിട്ടിയായിരുന്നു, കഴിച്ചു. അല്ല നയനമോളൊന്നും ഇതിനായിട്ടും വിളിച്ചില്ല, അവര് പോയി കാണും രാവിലെ അല്ലേന്ന് ചോദിക്കുവാണ്. ഞാൻ പിന്നെ വിളിക്കായിരുന്നു, ചിലപ്പോൾ തിരക്കാണല്ലോ എന്ന് കരുതി വിളിക്കായിരുന്നെന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പം നവ്യ പറഞ്ഞില്ല, അവര് പോയില്ലമ്മേന്ന് പറയണേ. പോയില്ല, അതെന്ത് പറ്റി? പോകാൻ തുടങ്ങുന്നുള്ളൂ എന്ന് ചോദിക്കും. ഇല്ല, പോക്കി ക്യാൻസൽ ചെയ്തെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കനക ചോദിച്ചു, അതെന്താ മോളെ അങ്ങനെ പറഞ്ഞ്? പോക്കി ക്യാൻസൽ ചെയ്തോ? അതെ, ആദർശേട്ടൻ മലയ്ക്ക് പോകാൻ മാല ഇടുവാന്ന് പറയണേ. ഇത് കേട്ട് ഒന്നും മനസ്സിലായില്ല. പിന്നീട് മുത്തശ്ശന് വേണ്ടിയിട്ട് ദേവേന് നേർച്ച നേർന്ന കാര്യങ്ങളെല്ലാം പറയണേ. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ കനക പറഞ്ഞു, ഇതാ ദേവേനയുടെ പണി തന്നെയാന്ന് പറയണേ. നവ്യ പറഞ്ഞു, അതെനിക്കും തോന്നുന്നുണ്ട്, മിക്കവാറും നയനെ ആദർശനും കൂടെ ഹണിമൂൺ ട്രിപ്പ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ആ തള്ള ചെയ്ത പരിപാടിയെന്ന് പറയാം. ഇനിയിപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ഇനിയിപ്പം അത് പോയല്ലേ പറ്റുള്ളൂ എന്ന് പറയാണ്. അവര് മാത്രമല്ല ഇടുന്നേ, ഇവിടെ ബാക്കി എല്ലാവരും ഇടുന്നുണ്ട്. ആദർശനോടൊപ്പം തന്നെ അനിയൊക്കെ മാല ഇടുന്നുണ്ടെന്ന് പറയണം. അല്ല അഭി മാല ഇടുന്നുണ്ടോ? അഭി മാല ഇടുവോ അമ്മേ? അവനെന്താളും മാലയൊന്നും ഇടത്തില്ലെന്ന് പറയണം. അവൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, അവനിങ്ങനെ തോന്നിയാസം നടക്കാനല്ലേ ഇഷ്ടമെന്ന് ചോദിക്കണം. എന്നാലും എനിക്ക് നയനമോളുടെ കാര്യം എടുത്തിട്ട് സാരമില്ല, പോട്ടെ, ദൈവത്തിന്റെ കാര്യമല്ലേ, എന്താണെങ്കിലും 41 ദിവസം നോയമ്പ് കഴിയുമ്പം തീരുമല്ലോ, അങ്ങനെയാണ് എല്ലാവരും ആശ്വസിക്കുന്നത്. അങ്ങനെ ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ഗോവിന്ദൻ വന്നിട്ട് അല്ല ആരാ എന്താന്ന് ചോദിക്കുകയാണ്. അതെ നവ്യമോളെ ഞാനിന്ന് വിളിച്ചായിരുന്നു പറയണം. പിന്നീട് നവ്യ പറഞ്ഞ കാര്യങ്ങളെല്ലാം അറിയുവാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗോവിന്ദൻ പറഞ്ഞു, ഇത് മനഃപൂർവ്വം അവരെ ഉണ്ടാക്കിയതാന്ന് പറയണം. അപ്പത്തേനും നന്ദുവും കൂടെ വന്നു. നന്ദു ഈ കാര്യം പറഞ്ഞു. നന്ദു പറഞ്ഞു, ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ, അങ്ങോട്ട് ചെന്നിട്ട് രണ്ടെണ്ണം പറയുകയോ ചെയ്യണ്ടേ, അവർക്ക് എന്തിന്റെ കേടാമ്മ ഇത്? എത്രയെന്ന് വെച്ചാൽ ചേച്ചി അതിനോട് സഹിച്ചുകൊണ്ടിരിക്കുന്നു, ഞാനൊക്കെ ആയിരിക്കണം, ഞാനൊന്നും ഒരിക്കലും സഹിക്കത്തില്ല എന്ന് പറയണം. ശരിക്കും പറയുവാണെങ്കിൽ ഇപ്പഴാ ഞാനങ്ങ് ചെല്ലണ്ടായിരുന്നേ, ഞാൻ അവിടെ ഉണ്ടായിരുന്നുണ്ടല്ലോ ഉറപ്പായിട്ടും അവരെ ഞാൻ വലിച്ചു കീറിയാണെന്ന് പറയാം.
ഇത് കേട്ടതും കനക പറഞ്ഞു, നയനമോള് പാവാ, പക്ഷെ അതുകൊണ്ട് എന്താ, അവൾക്ക് ഇങ്ങനെയൊക്കെ വന്നാലും ദൈവം അവളുടെ കൂടെ ഉണ്ടാവുമെന്ന് പറയണം. അതുകൊണ്ടല്ലേ അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടിയത്, അവളുടെ സ്വഭാവത്തിനനുസരിച്ചുള്ള ഭർത്താവിനെ കിട്ടിയത്. അവൾക്കിപ്പോൾ സന്തോഷമുള്ളൂ. എന്തൊക്കെയാന്ന് പറഞ്ഞാലും നയനമോൾ ഇപ്പൊ ആദർശമോ നന്നായിട്ട് മനസ്സിലാക്കുന്നുണ്ടല്ലോ. നന്ദു പറഞ്ഞു, അത് മാത്രം ഏക ആശ്രയം. അതുപോലെയുള്ള തള്ളമാരുടെ ഒക്കെ അടുത്ത് എങ്ങനെ പിടിച്ചിരിക്കുന്നുണ്ട് ചേച്ചി. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കനക പറഞ്ഞു, എല്ലാവരും ഒരേപോലെ ആയിരിക്കില്ലോ, എല്ലാവരുടെ സ്വഭാവം വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് എന്തെങ്കിലും മാറ്റം വരണമെങ്കിൽ അവർക്ക് നല്ലൊരു തിരിച്ചടി കിട്ടിയാൽ മാത്രമേ അവർക്ക് മാറ്റം വരുള്ളൂ എന്ന് പറയാം. നന്ദു പറഞ്ഞു, ദൈവമേ, ഭഗവാനായിട്ട് അവർക്കൊരു തിരിച്ചടി കൊടുത്താൽ മതിയായിരുന്നു. അവരിങ്ങനെ കള്ളത്തരമൊക്കെ പറഞ്ഞ് നയനേടത്തിനെയും ആദർശേണ്ണൻ തമ്മിൽ ഇങ്ങനെ ഒന്നിപ്പിക്കാതിരിക്കാൻ ശ്രമിച്ചു കഴിയുമ്പോൾ കനക പറഞ്ഞു, ഇങ്ങനെ പോവാണ് അധികം താമസിക്കാതെ തന്നെ ഭഗവാൻ അവർക്ക് തന്നെ നല്ലൊരു തിരിച്ചടി കൊടുത്തോളൂ എന്ന് പറയാം. ഈ സമയം നയനോട്, ചേച്ചി ഇവിടെ ഇരിക്കുക, ഞാൻ പോയി പായസം എടുത്തോണ്ടിരാന്ന് പറയണം. അത് ഞാൻ പോയി എടുത്തോണ്ടിരാം, വേണ്ട ചേച്ചി ഇവിടെ ഇരിക്കാൻ പറഞ്ഞിട്ട് നയനെ അങ്ങ് ചെല്ലുവാണ്. അങ്ങനെ നയന പാത്രം എടുത്ത് എടുക്കാൻ തുടങ്ങുമ്പോഴത്തേനുമാണ് ആ ഒരു ഇത് കാണുന്നത്. ഒരു പാത്രത്തിനകത്ത് കുറച്ച് പായസം എടുത്ത് മാറ്റി വെച്ചിരിക്കുന്നു. ഇതെന്താ ഇങ്ങനെ മാറ്റി വെച്ചിരിക്കുന്നേ, അറിയത്തില്ലോ. എന്നാ അത് തന്നെ ആദ്യം ഇങ്ങോട്ട് എടുത്തേക്കാം എന്നോർത്തുകൊണ്ട് നയന എന്ത് ചെയ്യുവാണ്, ആ മാറ്റി വെച്ചിരിക്കുന്ന പായസം അതിങ്ങ് എടുക്കുവാണ്. എന്നിട്ട് നയനയ്ക്കും നവ്യയ്ക്കും ഓരോ ഗ്ലാസ്സിനകത്ത് പായസം എടുത്തു. അതുമായിട്ട് അങ്ങോട്ട് വരുവാണ്. എന്നിട്ട് കൊടുത്തിട്ട് നവ്യേച്ച കുടിക്കാൻ പറയണം. ഈ സമയത്ത് അനാമയും വന്നു. അനാമയും നോക്കിക്കഴിഞ്ഞപ്പോൾ രണ്ടുപേരും കൂടെ പായസം കുടിക്കുന്നുണ്ട്. കൊള്ളാം, ആസ്വദിച്ച് കുടിച്ചോട്ടോ. അധികം വൈകാതെ തന്നെ രണ്ടുപേരും കൂടെ ബാത്റൂമിൽ കിടക്കുന്നതാണ്. കാഴ്ച എന്നോടാണോ കളി നിന്റെയൊക്കെ, നീയൊക്കെ കണ്ടോന്നും പറഞ്ഞുകൊണ്ട് അനാമിക ഭയങ്കര സന്തോഷത്തോടുകൂടി സിറ്റൗട്ടിലേക്ക് വരുവാണ്. സിറ്റൗട്ടിലേക്ക് വരുമ്പോൾ രേവതിയും വേണുകൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പം വേണു പറഞ്ഞു, എത്രയും പെട്ടെന്ന് തന്നെ ഇതേ നമ്മുടെ മോളെ ജ്വല്ലറിയിലേക്ക് പറഞ്ഞു വിടണം. അവിടെ ചെന്നാൽ മാത്രം നമ്മൾ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. അല്ലാതെ ഇനി വീതം വെക്കൊന്നും നോക്കി ഇരുന്നിട്ട് കാര്യമില്ല. അറിയാലോ, എത്രയും പെട്ടെന്ന് ഇവിടുന്ന് കുറച്ച് പൈസയും കൂടെ അടിച്ചു മാറ്റിക്കൊണ്ട് പോയിട്ടേ കാര്യമുള്ളൂ. മോളുടെ ജീവിതം ഇവിടെ എന്തായി തീരും, എങ്ങനെയായി തീരുമെന്നും അറിയത്തില്ല. ഒരു പക്ഷേങ്കിലും സത്യാവസ്ഥ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മോള് പുറത്താവും. അതിനു മുമ്പ് കിട്ടാവുന്നത്ര പണം നമുക്ക് ഇവിടുന്ന് അടിച്ചു മാറ്റണം. അങ്ങനെയൊക്കെ തീരുമാനിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അനാമി അങ്ങോട്ട് വരുന്നത്. അനാമി വന്നിട്ട് പറഞ്ഞു, അതെ നമ്മുടെ പണി ഏറ്റെന്ന് എന്താ, അവളുമാർ രണ്ടെണ്ണം പായസം കുടിച്ചോണ്ട് അവിടെ ഇരിക്കുന്നുണ്ടെന്ന് പറയണം. ഹോ, രക്ഷപ്പെട്ടു. അപ്പൊ ഇനി അധികം വൈകാതെ തന്നെ ഓട്ടം തുടങ്ങുമെന്ന് പറയണം. കണ്ടോമേ, നെട്ടോട്ടോളം നമുക്ക് കാണാന്ന് പറയണം. ഈ സമയം ഇതൊന്നും അറിയാതല്ല അവര് പായസം കുടിച്ചോണ്ടിരിക്കുവായിരുന്നു. പായസം കുടിച്ച് അവർക്ക് പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല. അപ്പോഴാണ് അങ്ങോട്ട് ജലജയും ദേവേനയും അവര് ക്ഷേത്രത്തിൽ പോയിട്ട് വരുന്ന വരവായിരുന്നു. അങ്ങനെ ആ കൂടെ ജാനകിയും കൂടെ അങ്ങോട്ട് വന്നു. പിന്നീട് ദേവേന അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ നയന എന്നിട്ട്, അമ്മേ ഞാൻ പാൽപ്പായസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, എടുത്തോണ്ട് വരാൻ പറയാണ്. അങ്ങനെ നയന പോയി എന്ത് ചെയ്യണം, പായസം എടുത്തോണ്ട് വരുവാണ്. അപ്പൊ പായസം എടുത്തോണ്ട് ജലജ പറഞ്ഞു, എനിക്കൂടെ തരാൻ പറയണം. അങ്ങനെ ജലജയ്ക്കും കൊണ്ടേ കൊടുത്തു. ഈ സമയം അനാമയൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പായസം കുടിക്കാൻ തുടങ്ങി. അപ്പത്തേനും ജാനകി അങ്ങോട്ട് വന്നു. ഈ പായസം കുടിക്കുന്നതാണ് പറഞ്ഞു, ഷോ ഇതെന്നാ അവർക്ക് കൂടെ കൊടുത്തില്ല, അവർക്ക് ആദ്യം കൊടുക്കണമായിരുന്നല്ലോ, പക്ഷെ ഞാൻ മറന്നുപോയെന്ന് പറഞ്ഞ് ജാനകി എന്ത് ചെയ്യുവാണ്, ജാനകി പോയി കുറച്ച് പായസം കൊടുക്കുകയാണ്. ജാനകി പായസം എടുത്തോണ്ട് അവളുടെ അടുത്തേക്ക് കൊണ്ടു. ഇതേ പായസം കുടിക്കാൻ നയനമോൾ ഉണ്ടാക്കിയതാന്ന് പറയാണ്. പെട്ടെന്ന് ഇവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എന്ത് കുടിക്കണോ കുടിക്കാതിരിക്കണോ, ഇപ്പൊ ഏത് പായസം എടുത്തേന്ന് അറിയത്തില്ലോ, ചോദിക്കാനും പറ്റത്തില്ലോ, മാറ്റിവെച്ച പായസമാണോ അല്ലാത്ത പായസമാണോ എന്ന് അറിയത്തില്ലോ. ഈ സമയത്ത് അനാമിക പായസം കുടിക്കാതിരിക്കുമ്പോ പെട്ടെന്ന് ജാനകി പറഞ്ഞു, എന്താ മോളെ, മോൾക്ക് പായസം ഇഷ്ടമാണല്ലേ, മോള് കുടിക്കാൻ പറയണം. അല്ല അത് പിന്നെ എനിക്കെന്തോ പായസം കുടിക്കാൻ തോന്നില്ല. അതെന്താ മോളെ അങ്ങനെ പറഞ്ഞേ, നല്ല പായസമാ, ഇതേ ഞങ്ങളൊക്കെ ഇതേ കുടിക്കും, ഇതേടെ ഏട്ടത്തിയൊക്കെ കുടിച്ചെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും രേവതിയാണെങ്കിൽ അനാമികനെ ഒന്ന് നോക്കുവാണ്. പിന്നെ എന്തേലും നിവൃത്തിയുണ്ടോ. പിന്നീട് രേവതി പായസം കുടിക്കുകയാണ്. അതുപോലെ തന്നെ വേണുവും പായസം കുടിച്ചു. അങ്ങനെ എന്താണെങ്കിലും അവരെല്ലാരും കൂടെ പായസം കുടിക്കുക. കുറച്ച് കഴിഞ്ഞപ്പോൾ ആദ്യം കുടിച്ച ദേവേനിക്ക് വയറ്റിൽ എന്തോ ഒരു ഇതുപോലെ തോന്നി. കാരണം രേവതിക്കൊക്കെ അറിയാവുന്ന രേവതിയൊക്കെ ഇച്ചിരി മാത്രമേ ടെസ്റ്റ് ചെയ്ത് കുടിച്ചുള്ളൂ. കാരണം ബാക്കി കുടിച്ചില്ല. ഒരു പക്ഷേങ്കിൽ മാറ്റിവെച്ച പായസം അവിടെ ഇരിപ്പുണ്ടായിരിക്കും. ഇപ്പൊ എടുത്തോണ്ട് വന്നേക്കുന്ന ആ പൊടിയിട്ട പായസമാണെങ്കിലോ, അതുകൊണ്ട് അവര് പായസം കുടിക്കായിരുന്നു. ഈ സമയം ആദ്യം പായസം കുടിച്ച ദേവേനിക്കാണ് വയറ്റിൽ എന്തോ ഒരു പ്രശ്നം പോലെ തോന്നി. എന്താണെന്ന് അറിയത്തില്ല. പെട്ടെന്ന് ദേവേനി ബാത്റൂമിലേക്ക് പോവാണ്. ഈ സമയത്ത് ജലജയ്ക്കും അതേ ഫീലിങ്സ് തന്നെ ഉണ്ടാണ്. ജലജ ബാത്റൂമിലേക്ക് ഓടുവാണ്. അങ്ങനെ എന്താണെങ്കിലും ജലജയ്ക്കും ദേവേനിക്കും നല്ല 8ന്റെ പണി കൊണ്ടുവാണ്. രണ്ടുപേരും കൂടെ ബാത്റൂമിൽ പോക്ക് ഇരിപ്പം തന്നെയാ. എന്താ കാര്യം എന്ന് മനസ്സിലായില്ല. പിന്നീടാ മനസ്സിലായത് ആ പായസം കുടിച്ചതിന് ശേഷം എന്തോ സംഭവിച്ചിരിക്കുന്നുള്ള കാര്യം. ആ സമയത്ത് അനാമയ്ക്കൊരു കാര്യം മനസ്സിലായി. കാരണം അവര് കുടിച്ച പായസത്തിനകത്തായിരുന്നു ഉണ്ടായിരുന്നത്. മാറ്റിവെച്ച പായസമാണ് നയനയും നബിയും കൂടെ കുടിച്ചെന്നുള്ള കാര്യം. ഇതറിഞ്ഞു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യണം എന്നറിയില്ലാതെ സമനിലറ്റിരിക്കുവാണ്. കാരണം തന്റെ കള്ളത്തരം എങ്ങാനും കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ താൻ എപ്പോൾ പുറത്തായെന്ന് ചോദിച്ചാൽ മതി. അതൊക്കെ ഓർത്തിട്ട് എന്ത് ചെയ്യണം എന്നറിയില്ലാതെ
അനാമയും നിൽക്കും. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാനായിട്ട് പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. അപ്പൊ ഇതിന്റെ ഫുൾ വിശേഷം വന്നു കഴിയുമ്പോൾ അറിയാം ഇനി എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത്. ഇനി അനാമയ്ക്കിട്ട് വേറെ വല്ല പണിയും കൂടെ കിട്ടുമോന്ന് അറിയത്തില്ല. എന്തായാലും ഉറപ്പായിട്ട് ദേവേനക്കിട്ട് പണി കിട്ടും. ദേവേനെ അതുപോലത്തെ കാര്യങ്ങളൊക്കെയാണല്ലോ കാണിച്ചു കൂട്ടി വെക്കുന്നത്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.